മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതിയ പ്രഭാതം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. വലിയ കരുതലോടെ കരുണയോടെയാണ് ദൈവമായ കർത്താവ് ഈ പുലരിയിലേക്ക് നമ്മെ കരം പിടിച്ച് ആനയിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യത്തെ, സ്നേഹത്തെ എല്ലാം തിരിച്ചറിഞ്ഞ് ഈ പ്രഭാതത്തിൽ നമുക്കൊന്നു ചേർന്ന ദൈവമായ കർത്താവിന് നന്ദി അർപ്പിക്കാം. ഒരു ദിനം കൂടി യേശുവിൽ ജീവിക്കാൻ, യേശുവിൽ വളരാൻ, അവന് സാക്ഷ്യം നൽകാൻ കർത്താവ് നമ്മുടെ ആയുസ്സിൽ ഒരു ദിനം അനുവദിച്ചിരിക്കുകയാണ്. ദൈവം നമ്മിൽ അർപ്പിക്കുന്ന പ്രതീക്ഷകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിനം ദൈവത്തിൻ്റെ ആ പ്രതീക്ഷയിലേക്ക്, ദൈവത്തിൻ്റെ ആ തിരുഹിതത്തിലേക്ക് ഉയർന്നു ജീവിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപയും അനുഗ്രഹവും നൽകണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. തീർച്ചയായും അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷയെ ഓരോ ദിനവും വലിയ അനുഗ്രഹമായ, അഭിഷേകമായ അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. ആ വലിയൊരു തിരിച്ചറിവോടെ നമുക്ക് ഈ ശുശ്രൂഷയെ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് നമുക്ക് സമർപ്പിക്കാം. രാവും പകലും ഈ ശുശ്രൂഷയുടെ വിജയത്തിനു വേണ്ടി നിസ്വാർത്ഥം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷിത മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് നമുക്കൊന്നു ചേർന്ന പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗീയമായ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനം ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾക്കായി നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെല്ലാം പ്രാർത്ഥനയോടെ നമുക്കൊരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം കേൾക്കാനും വചനം ഗ്രഹിക്കാനും എല്ലാം നമ്മെ ശക്തരാക്കുന്നത്. നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. ആ പരിശുദ്ധാത്മാവിനോട് ഈ പ്രഭാതത്തിൽ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പ്രഭാതത്തിൽ ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അപ്പോൾ പ്രിയ പരിശുദ്ധാത്മാവ്, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ പോകുന്ന തിരുവചനങ്ങളെ ഹൃദയപൂർവ്വം ശ്രവിക്കാനും ആ വചനങ്ങളുടെ ആന്തരിക സന്ദേശങ്ങളെ ഞങ്ങൾ ഉൾക്കൊള്ളുവാനും ഞങ്ങൾ അനുദിന ജീവിത വഴികളിൽ വചനം ഞങ്ങൾ ജീവിക്കുവാനും പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കൃപ കൊണ്ടും ശക്തി കൊണ്ടും അവിടെ നിന്ന് നിറച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ വളരെ പ്രത്യേക നിയോഗമായി നമുക്ക് എല്ലാ ഇടവക സമൂഹങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ മനോഹരമായ മാതൃക ആകാൻ ദൈവം ഈ കാലഘട്ടത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്ന സമൂഹങ്ങളാണ് ഓരോ ഇടവക സമൂഹവും. ആദിമ ക്രിസ്തീയ കൂട്ടായ്മകളിൽ എന്ന പോലെ പരസ്പര സ്നേഹം, പങ്കുവെപ്പിൻ്റെ മനോഭാവം, ക്രിസ്തു സാക്ഷ്യത്തിൽ ജീവിക്കാനുള്ള, മുന്നേറാനുള്ള തീവ്രമായ ആ തീഷ്ണത, ഇതെല്ലാം ഓരോ ഇടവക സമൂഹത്തിൽ ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഈശോയുടെ ആഗ്രഹത്തിലേക്കൊത്ത് ഓരോ ഇടവകയും ഇടവക സമൂഹവും വളരുവാൻ, മാറുവാൻ നമുക്ക് ഈ പ്രത്യേക നിയോഗമായി നമുക്ക് ഈ ദിനം പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ
ഞങ്ങളുമീ മണ്ണിൽ. പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവം കേൾക്കാം. ഈ തിരുവചനമാണ് വിചിന്തനത്തിനായി ദൈവമായ കർത്താവ് നമുക്ക് പ്രത്യേകം തിരഞ്ഞെടുത്ത് നൽകുന്നത്. സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായി നിങ്ങൾ സൗമ്യതയോടെ അവന് വീണ്ടെടുക്കുവിൻ. നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ. ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ വഞ്ചിക്കുന്നു. എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ. അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ തന്നെ ആയിരിക്കും, മറ്റുള്ളവരിലായിരിക്കുകയില്ല. എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ. വചനം പഠിക്കുന്നവർ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് തൻ്റെ അധ്യാപകന് നൽകണം. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് വിശ്വാസത്തിൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യയിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വചനം കേട്ടത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ വിജാതിയരുടെ അപ്പസ്തോലനായിരുന്നു എന്ന് നമുക്കറിയാം. വിജാതിയർ തിങ്ങിപ്പാർക്കുന്ന കടൽ തീരവുമായി ബന്ധപ്പെട്ട നഗരങ്ങളിലാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ മുഖ്യമായി കേന്ദ്രീകരിച്ചിരുന്നത്. അപ്രകാരമുള്ള ഒരു പട്ടണമായിരുന്നു ഗലാത്തിയ. ഗലേഷ്യ എന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്ന ഒരു കൊച്ചു നഗരം. ഈ നഗരം ജഡിക പാപങ്ങളുടെ ഒരു വലിയ കേദാരമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ മുഖ്യമായ പ്രതിപാദന വിഷയം നമ്മൾ ഈ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. ജഡിക പാപങ്ങൾക്കെതിരെയുള്ള വലിയ മുൻകരുതലുകൾ എടുക്കാൻ തന്നെയാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ തൻ്റെ സഭാമക്കളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു പിതാവിനെ പോലെ കർത്താവിൻ്റെ വചനം കേട്ട് വിശ്വാസം സ്വീകരിച്ച ഗലാത്യയിലെ സഭയിലെ പ്രിയ മക്കൾ ആ പട്ടണത്തിൽ നിലനിൽക്കുന്ന പാപകരമായ സാഹചര്യങ്ങൾ എന്താണ് എന്നതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയ്ക്കെതിരെ ഒരു വലിയ പോരാട്ടം തന്നെ നടത്തി ക്രിസ്തു വിശ്വാസത്തിലും സാക്ഷ്യത്തിലും മുന്നേറാൻ സഭാമക്കളെ വിശുദ്ധ പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മളിന്ന് കേട്ട വചനത്തെ നമ്മൾ തിരിച്ചറിയുവാൻ. പ്രിയമുള്ളവരെ, പൗലോസ് ശ്ലീഹ തൻ്റെ ഈ ലേഖനത്തിൽ വളരെ പ്രത്യേകമായി സഭാമക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. പാപസാഹചര്യങ്ങൾ ഒരുപാട് ഉള്ള ഒരു പട്ടണത്തിൽ ജീവിക്കുന്ന അവരോട് പൗലോസ് ശ്ലീഹ പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും തെറ്റിലകപ്പെട്ടാൽ മറ്റുള്ളവർ അവനെ സൗമ്യതയോടെ വീണ്ടെടുക്കട്ടെ. ഇത്രയും മനോഹരമായ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ നന്മയുടെ വാക്കുകളാണ് പൗലോസ് ശ്ലീഹ നമുക്ക് വെളിപ്പെടുത്തി തരിക. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ നാം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ മനോഭാവത്തെക്കുറിച്ച് തന്നെയാണ് പൗലോസ് ശ്ലീഹ നമുക്ക് ഈ ലേഖനത്തിലൂടെ, ഈ വചനങ്ങളിലൂടെ പറഞ്ഞു തരുന്നത്. ആരെങ്കിലും തെറ്റിലകപ്പെട്ട, കാരണം എന്താ, ചുറ്റും പാപ സാഹചര്യങ്ങളാണ്. വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള പാപകരമായ സാഹചര്യങ്ങളിലൊക്കെ പാപം ചെയ്ത് ജീവിക്കുമ്പോൾ അതിലൊന്നും തെറ്റല്ല, അതൊന്നും തെറ്റല്ല, അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള പാപ സാഹചര്യങ്ങളൊക്കെ ചുറ്റുപാടുകളിലും വളരെ സാധാരണമായിട്ടുണ്ട് എന്ന് കരുതി ജീവിച്ചവർ വിശ്വാസം സ്വീകരിച്ചപ്പോഴാണ് ഇത് പാപമാണെന്ന്, ഇത് തെറ്റാണെന്ന്, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണെന്നൊക്കെ തിരിച്ചറിവ് ലഭിക്കുന്നത്. എങ്കിലും ആ പഴയ ശീലങ്ങൾ, പഴയ പാപങ്ങളൊക്കെ അവരെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പുറകോട്ടേക്ക് പിൻവലിക്കും, പാപത്തിലേക്ക് അവരെ നയിക്കും എന്നൊക്കെ അറിയാവുന്ന പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയ മക്കളെ, നിങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ
എല്ലാവരും കൂടെ അവരെ പരിഹസിക്കുകയല്ല വേണ്ടത്, അവരെ കുറ്റം വിധിക്കുകയല്ല വേണ്ടത്. മറിച്ച് എന്താണ്? സൗമ്യതയോടെ, ക്ഷമയോടെ, സ്നേഹത്തോടെ, കരുതലോടെ അവരെ തിരുത്തി അവരെ വീണ്ടെടുക്കാൻ പരിശ്രമിക്കണം. വീണ്ടും അവരെ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ശ്രമിക്കണം. അവരെ ചേർത്ത് പിടിച്ച് ഇനിയും അവർ വീഴാതിരിക്കാൻ അവരെ ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. ഇത് തന്നെയാണ് ഏതൊരു കാലഘട്ടത്തിലും പ്രിയമുള്ളവരെ, വിശ്വാസികളായ ഒരു സമൂഹത്തിൽ പങ്കുപറ്റി നമ്മൾ ജീവിക്കുമ്പോൾ നാം ഓരോരുത്തരും ഉണ്ടാകേണ്ട ക്രിസ്തു മനോഭാവം. ഒരാൾക്ക് തെറ്റ് സംഭവിച്ചു, അവിചാരിതമായത് എന്തോ ഒരാളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ സംഭവിച്ചു. ഉടനെ എല്ലാവരും ചേർന്ന് അവൻ്റെ വീഴ്ചയെ, അവൻ്റെ പരാജയത്തെ ആഘോഷമാക്കി മാറ്റുന്ന, മാധ്യമങ്ങളിലൂടെ അത് ലോകത്തെ മുഴുവൻ അറിയിക്കുന്ന ഒരു മനോഭാവം ഒരിക്കലും, അതാര് ചെയ്താലും അതൊരിക്കലും ക്രിസ്തീയമേ അല്ല. തിരിച്ചറിവ് നമുക്കുണ്ടാകണം പ്രിയമുള്ളവരെ. അത് പറഞ്ഞ് ആഘോഷിക്കുന്നതിലല്ല, മറിച്ച് വീണവനെ, പരാജയപ്പെട്ടവനെ സാന്ത്വനിപ്പിച്ച് ചേർത്ത് നിർത്തി അവനെ ബലപ്പെടുത്തി വീണ്ടും ക്രിസ്തുവിൽ മുന്നേറാൻ, വീണ്ടും വിശ്വാസത്തിൽ കരുത്ത് പകർന്ന് അവനെ വീണ്ടും അവൻ്റെ പഴയ പാപങ്ങളെ, ചെയ്തികളെ വിസ്മരിച്ച് ക്രിസ്തുവിൻ്റെ പ്രകാശമായി മാറാൻ സഹായിക്കേണ്ടവരാണ്, ബലപ്പെടുത്തേണ്ടവരാണ് ഓരോ വിശ്വാസിയും. ഓരോ വിശ്വാസിക്കും ഈശോ നൽകിയിട്ടുള്ള ദൈവം പരമേൽപ്പിക്കുന്ന വലിയൊരു കടമയാണിത്. പ്രിയമുള്ളവരെ, ഈ കടമ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതത്തിൽ എത്ര കണ്ട് ഇതിനോട് നീതി പുലർത്താൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഈ വചന വെളിച്ചത്തിൽ നമുക്ക് ആത്മശോധനയിലൂടെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ഇതിൽ നിന്നൊക്കെ വിപരീതമായി എത്രയോ വലിയ എതിർ സാക്ഷ്യങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെ തിരിച്ചറിയുവാൻ കർത്താവ് ഈ വചനങ്ങളിലൂടെ നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമാംവിധം ക്ഷണിക്കുകയാണ്. വീണ്ടും കർത്താവ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രത്യേകമായി നമ്മോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നോക്കാതെ സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ നോക്കുക. മറ്റുള്ളവർ വിധിക്കാതെ നമ്മൾ ജീവിക്കുന്ന വിശ്വാസ ജീവിതം, അത് ദൈവം എങ്ങനെ അതിനെ നോക്കിക്കാണും, എങ്ങനെ എൻ്റെ ജീവിതത്തെ ദൈവം തൂക്കി അളക്കും, ദൈവമാണ് എൻ്റെ വിധികർത്താവ് എന്നതിനെ തിരിച്ചറിഞ്ഞ് നമ്മെ തന്നെ ആത്മശോധനയിലൂടെ കണ്ടെത്തുവാനാണ് കർത്താവിൻ്റെ വചനം നമ്മെ ക്ഷണിക്കുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തെ, മറ്റുള്ളവരുടെ പ്രവർത്തികളെ, മറ്റുള്ളവരുടെ വാക്കുകളെ അരിച്ചു പറക്കി അതിലെന്ത് കുറവാണ് കണ്ടുപിടിക്കാൻ പറ്റുക എന്നോർത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തു സ്നേഹത്തിൽ നിന്ന്, ക്രിസ്തു ധാരയിൽ നിന്ന് ഞാൻ നിങ്ങളും എത്ര കണ്ട് അകന്നു പോകുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് മറ്റുള്ളവരിലെ നന്മ തിരയുന്നവരായി തീരാൻ നമുക്ക് കഴിയണം. തിന്മയല്ല, നന്മയാണ് തിരയേണ്ടത്. അങ്ങനെ നന്മ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ടെത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അപ്പോഴാണ് നന്മയുള്ളവരായി നമ്മൾ മാറുക, ദൈവത്തിൻ്റെ പ്രിയ മക്കളായി നമ്മൾ തീരുക. അതാണ് നമ്മുടെ അനുദിന ജീവിത വഴികളിൽ നന്മ വിതയ്ക്കുന്നവരാകാൻ നമുക്ക് കഴിയണം. ഇതാണ് വചന ഓർമ്മയോട്, നീ വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യും. ജഡത്തിനായി വിതയ്ക്കുന്നവൻ അതിൽ നിന്ന് കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവൻ അതിൽ നിന്ന് കൊയ്തെടുക്കും, അവന് പ്രതിഫലം കിട്ടുമെന്നാണ് വചനം നമുക്ക് ഉറപ്പ് തരിക. പ്രിയമുള്ളവരെ, ഓരോ ദിനവും ജീവിച്ച് കടന്നു പോകുമ്പോൾ നമുക്ക് ആത്മാവിനായി വിതയ്ക്കുന്നവരായി മാറാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ, നന്മയുടെ, കാരുണ്യത്തിൻ്റെ, ക്രിസ്തു മൂല്യങ്ങളുടെ, സുവിശേഷ മൂല്യങ്ങളുടെയൊക്കെ വിത്തുപാകുന്നവരായി നമുക്ക് മാറാം. തീർച്ചയാണ് എങ്കിൽ നമുക്ക് നാളെ ഇതിൻ്റെ എല്ലാം ആത്മാവിൽ ഫലങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും. അതുവഴി ദൈവപിതാവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. അതുവഴി ക്രിസ്തുനാമത്തിൻ്റെ പരിമളം ലോകമെമ്പാടും അനേകർക്ക് അനുഭവവേദ്യമായി തീരും. ദൈവസന്നിധിയിൽ ഒന്ന് ചേർന്ന് നമുക്ക് ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിനായി വിതയ്ക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് കരുണയും കൃപയും നൽകണമേ എന്ന് ഈ ദിനം പ്രത്യേകമായി നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും
അയോഗ്യഭാവികളായി ഞങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ച് വഴി നടത്തുന്നു. ഈ ഭൂമിയിൽ ഞങ്ങൾ ഓരോരുത്തരും ജീവിതത്തിലായിരിക്കുമ്പോൾ നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ നന്മയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ മുഖങ്ങളായി മാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. നിൻ്റെ തിരുഹിതത്തിലേക്ക് ഉയർന്ന് ജീവിക്കുവാൻ ദൈവമേ, നിൻ്റെ ആത്മാവിൻ്റെ കൃപകളെ ഞങ്ങളിലേക്ക് അയക്കണമേ. കർത്താവായ യേശുവേ, അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് പിതാവിനെ ഞങ്ങൾക്കായി വെളിപ്പെടുത്തി നൽകി. സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ എന്താണെന്ന്, സ്വർഗരാജ്യത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലോകത്തിനും അവിടുന്ന് കരുണയോടെ വെളിപ്പെടുത്തി നൽകി. ഈശോയെ, ഞങ്ങൾ അനുദിന ജീവിത വഴികളിൽ അങ്ങയോട് ചേർന്ന് സുവിശേഷ വചനങ്ങളോട് ചേർന്ന് ജീവിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിത വഴികളിൽ എപ്പോഴും സുവിശേഷത്തോട്, സുവിശേഷ മൂല്യങ്ങളോട് ചേർന്ന് നിന്ന് ആത്മാവിൽ ഫലം ചൂടുന്നവരായി മാറുവാൻ പരിശുദ്ധാത്മാവെ നീ ഞങ്ങളിൽ വന്ന് നിറയണമേ. അമ്മ ദൈവമാതാവേ, അമ്മ ജീവിച്ച സുവിശേഷമാണ്. അമ്മയെപ്പോലെ ഞങ്ങൾ സുവിശേഷം ജീവിക്കുന്നതിൽ ഉത്സുകരാകുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ ജീവിത വഴികളിലെന്നും ഞങ്ങൾ ഓരോരുത്തരും ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, സ്വർഗത്തിലെ എല്ലാ ദൂതഗണങ്ങളെ ഞങ്ങളുടെ ജീവിത വഴികളിൽ എപ്പോഴും ഞങ്ങൾക്ക് സംരക്ഷണം നൽകി ഞങ്ങളെ പരിപാലിക്കണമേ. ആമേൻ. സ്വന്തം എന്നെന്നും ഞാൻ അമ്മ
യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടന്നു വരാം. ലോകമെമ്പാടും ഇപ്പോൾ ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്നു വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് ദൈവമക്കളോട് ചേർന്ന് നമ്മുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ, ആവശ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്തി സമർപ്പിക്കാം. കത്തോലിക്കാ തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പാപ്പയോടും കർദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും സന്യസ്തരോടും വിശ്വാസികളോടും ചേർന്ന ആത്മാവിൽ ഒരു ഹൃദയത്തോടെ, ഒരു മനസ്സോടെ നമ്മുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിലേക്ക് ഈ നിമിഷങ്ങളിൽ നമുക്ക് ഉയർത്താം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദുഃഖങ്ങളിലും വേദനകളിലും ദുരിതങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന അനേകായിരം ദൈവമക്കളുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും പ്രതികൂലാവസ്ഥകളെയൊക്കെ യേശുകരങ്ങളിൽ പരമേൽപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ പ്രാർത്ഥനകൾക്ക്, പ്രോത്സാഹനങ്ങൾക്ക് യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്ക് നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളാണ് ഓരോ ദിനവും ഈ ശുശ്രൂഷയെ വലിയ അനുഗ്രഹമായ അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും നിങ്ങൾ ചൊല്ലുന്ന നൊവേന പ്രാർത്ഥനകൾ, ജപമാലകളിലും വ്യക്തിപരമായ നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് യേശുനാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും മരിയും കൂടാരങ്ങൾ പ്രേക്ഷിതമൊക്കെ രാവും പകലും നിങ്ങളുടെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥനയിലാണ്. നല്ല ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ മഹത്വവും കരുതലും നിങ്ങൾക്കായി വെളിപ്പെടുത്തി നൽകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.